CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെതിരെ ആഞ്ഞടിച്ച് കൊഴിഞ്ഞാമ്പാറയിലെ വിമതർ. ജില്ലാ സെക്രട്ടറിയുടെ ഏകാധിപത്യ നിലപാട് പാർട്ടിയെ തകർക്കുന്നുവെന്ന് ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ എം സതീഷ് 24-നോട് പറഞ്ഞു. ഏരിയ സമ്മേളനത്തിലേക്ക് താൻ അടക്കമുള്ളവരെ വിളിച്ചില്ല. അടിമ കമ്മ്യൂണിറ്റികളായി ജീവിക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹം. എം സതീഷ് തുടരുന്നു. ചിറ്റൂർ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ നിലവിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ്, ഞാനും ശാന്തകുമാറും ഉൾപ്പെടെ. ഏരിയ കമ്മിറ്റിയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മാത്രമുള്ള ഗ്രൂപ്പ്. അതിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി. പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെയും ഭാഗമായിട്ടല്ല കൊഴിഞ്ഞാമ്പാറയിലെ 2 ലോക്കൽ സമ്മേളനങ്ങളും നടന്നത്. യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ആളുകളെയൊന്നും സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കാതെ തൻ്റെ ഇഷ്ടക്കാരെ മാത്രം ആ സമ്മേളനങ്ങളുടെ എല്ലാം ഭാഗമാക്കുക, അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുക, ഇതിനെല്ലാം പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ നേതൃത്വം കൊടുക്കുക. ആ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതിനെതിരായിട്ടുള്ള വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്നും തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ CPM-നകത്തെ പൊട്ടിത്തെറി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നലെയും ഇന്നുമായി ഇപ്പോൾ ഏരിയ സമ്മേളനം നടക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഏരിയ സമ്മേളനത്തിലേക്ക് ഈ വിമതർക്കൊന്നും തന്നെ ക്ഷണമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എം സതീഷ് അടക്കമുള്ള ആളുകളെ, നേതാക്കളെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. സതീഷിന്റെ പ്രതികരണം എന്നുള്ളത് ഏകാധിപതിയെ പോലെ ജില്ലാ സെക്രട്ടറി പ്രവർത്തിക്കുകയാണ്. തൻ്റെ ഇഷ്ടക്കാരെ ഈ പാർട്ടി സംവിധാനങ്ങളിലേക്ക്, പദവികളിലേക്കൊക്കെ തിരികെ കയറ്റുന്നതിന് വേണ്ടി അദ്ദേഹം പാർട്ടി സംവിധാനങ്ങളെ പോലും അട്ടിമറിക്കുകയാണ്. കൊഴിഞ്ഞാമ്പാറയിൽ നടന്നിട്ടുള്ള 2 ലോക്കൽ സമ്മേളനങ്ങളും പാർട്ടി രീതികൾ പാലിച്ചല്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, പലതരത്തിലുള്ള താല്പര്യങ്ങൾ CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിന് ഈ കോൺഗ്രസിൽ നിന്ന് വന്നയാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയതിന് പിന്നിലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ പാർട്ടി അദ്ദേഹം കരുവാക്കുകയാണ് തുടങ്ങിയ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് എം സതീഷ് ഉന്നയിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക് പാർട്ടിയിൽ നിന്നുണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. നമുക്കറിയാം, കൊഴിഞ്ഞാമ്പാറയിൽ ഔദ്യോഗിക വിഭാഗം നിലനിൽക്കുമ്പോൾ തന്നെ സമാന്തരമായിക്കൊണ്ട് ഈ വിമതർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ സമാന്തര ഓഫീസ് അടക്കം എടുത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പൊട്ടിത്തെറി വരും ദിവസങ്ങളിൽ കൂടുതൽ തലങ്ങളിലേക്ക് ഇത് നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ജില്ലാ നേതൃത്വം പറയുന്നത് ഈ പാർട്ടി വിരുദ്ധ നടപടികൾ സ്വീകരിച്ച കൊഴിഞ്ഞാമ്പാറയിലെ നേതാക്കൾക്കെതിരെ തക്കതായിട്ടുള്ള നടപടി ഉണ്ടാകും, ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് അവർ പറയുന്നുണ്ട്. അതേസമയം ഈ വിമതർ സംസ്ഥാന നേതൃത്വത്തിന് ഔദ്യോഗികമായി പരാതിയും നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു നിഖിൽ.